എല്ലാ ദിവസവും മുടങ്ങാത്ത പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ നിരന്തര സാന്നിധ്യം നമ്മളൊന്ന് ഉറപ്പുവരുത്താൻ ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ്. നീ വേണം. അവിടെ നിന്നില്ലാത്ത കുടുംബങ്ങൾ നരകതുല്യമാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അവിടെ നിന്ന് കൂടെയുള്ളപ്പോൾ സ്വർഗം പോലിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾ ഈശോയെ, ഇത് സ്വപ്നമാണ്, ആഗ്രഹമാണ്, നിലവിളിയോടുകൂടെയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. സ്വർഗം പോലുള്ള കുടുംബങ്ങൾ അത് അങ്ങുണ്ടെങ്കിൽ മാത്രം, അങ്ങയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രം സംഭവിക്കുന്ന അത്ഭുതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, കടന്നു വരണമേ. നാഥ, പോകരുതേ, തീർത്തുകൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാട്ട് പാടുന്നുണ്ടല്ലോ എപ്പോഴും. അതൊന്ന് പ്രാവർത്തികമാണ്. ഈശോയെ, ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ ഒരുക്കിക്കൊള്ളാം. അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് വസിക്കാൻ മനസ്സാകണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. ഈശോ പറയുന്നുണ്ടല്ലോ, എൻ്റെ വചനങ്ങളൊക്കെ പാലിക്കുന്നവൻ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ, അവനിലേക്ക് ഞങ്ങൾ വരും, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കും. ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുകയും ദൈവത്തോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യർ എത്രയോ ഭാഗ്യവാന്മാരാണ്. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിന് ആ ഭാഗ്യം നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈശോ കടന്നു വരാനായിട്ടുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് മുട്ടിന്മേലായി